പറഞ്ഞ കാരണം സൂപ്പർ. ഹലോ, അപ്പോൾ ഞാൻ ശുക്രമണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. തുമ്പി മോളിതേ ഇവിടെ എൻ്റെ കൂടെ 4 മണിക്ക് എണീറ്റാണ് കേട്ടോ. ഞാൻ 3:30 എണീറ്റു, തുമ്പി 4 മണിക്ക് എണീറ്റു. എന്തൊരു സ്നേഹം എന്നോട്. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പാലൊക്കെ കൊടുത്തതിന് ശേഷം തല്ലല്ല അങ്ങനെ പാലൊക്കെ കൊടുത്തതിന് ശേഷം ആള് മറ്റേ കൊച്ചു ടി വിയൊക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ സമയമൊക്കെ പോയി ഞാൻ എല്ലാ പണിയൊക്കെ തീർത്തു. എല്ലാവരും കൊണ്ടുപോകാനുള്ളതൊക്കെ പാക്കൊക്കെ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അതേ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഈ ഒരു ടോപ്പും ഒരു ബ്ലാക്ക് പാൻറ്റും, പിന്നെ സുക്രുവിന് ഈ ഒരു ഷർട്ടും, പിന്നെ വൈറ്റ് ട്രൗസറായിരുന്നു കേട്ടോ ആദ്യം. പിന്നെ ഞാനിപ്പോൾ മാറ്റി വൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് മാറ്റിയിട്ടും നേരിക്കും. അപ്പം അങ്ങനെയാണ്. ഇപ്പം 6 മണിയായിട്ടുണ്ട് കേട്ടോ. സുധിച്ചേട്ടനെ ഞാൻ 5:45 വിളിച്ചിട്ടുണ്ട്. എന്നാലാണ് ഒരു 6:15 ആകുമ്പോഴേക്കും എണീക്കുള്ളൂ. 1 മണിക്കൂറാണ് ആൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് എണീക്കാനായിട്ട്. അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എണീക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തുമ്പിനാക്കാനായിട്ട് പോകണം. പിന്നെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മറന്നിട്ടുണ്ടോയെന്നറിയില്ല. ഫുഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. വെള്ളം എടുത്ത് വെച്ചു. പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ മേടിച്ചു അതെടുത്ത് വെച്ചു. വേറെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. 7 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. അപ്പോൾ 7:15 അവിടെ എത്തണം. അത്രേ ഉള്ളൂ കേട്ടോ. വേറെ ഒരു കാര്യങ്ങൾ ഞാൻ മുഖത്ത് ചെയ്തിട്ടില്ല കേട്ടോ. ഫൗണ്ടേഷനൊന്നും ഇട്ടില്ല. നമുക്ക് മിനിമമായിട്ടുള്ള ഒരു ഇതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പോകണ്ടല്ലേ. പിന്നെ ചൂടും വേർപ്പും കാര്യങ്ങളെല്ലാനും. പക്ഷെ എനിക്ക് കുറച്ച് ഗ്ലോ തോന്നുന്നുണ്ട്. ഞാൻ ആ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നിട്ട് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മാസ്ക്. അത് ഒരെണ്ണം ബാക്കിയുണ്ടായിരുന്നേ. അപ്പോൾ അത് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ലതായിരുന്നു കേട്ടോ അത്. ഇനി എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ മേടിക്കണം. നല്ലതാണ്. 100 രൂപ കേട്ടോ. നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് എന്തിന് വെറുതെ കശികളാണ് അങ്ങനെ. അപ്പോൾ അത്രയോട്. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടെ. സൂചിച്ചേട്ടൻ ഒന്ന് കുത്തിപ്പോക്കട്ടെ ഞാൻ. അങ്ങനെ സുതിമോൻ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചാൽ നേരത്തെ തന്നെ എണീറ്റു. വെളുപ്പാങ്കാലത്തിൽ ഐസ് തിന്നുന്ന എൻ്റെ സുക്രുവിനെ കണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് ചായ കൊടുത്തു. ഞാനും കുറച്ച് ചായ കുടിച്ചിട്ടോ. പിന്നെ അതേ വിളക്കൊക്കെ കത്തിച്ചു. നേരെ ഇങ്ങനെ വെളുത്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല തണുപ്പും കാര്യങ്ങളായിരുന്നു. നോക്കൂ ഗൈസ്, നമ്മുടെ അതേ പാടമൊക്കെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞിൽ കുളിച്ച് നിൽക്കാണ്ട്. മഞ്ഞ് ഈ സമയത്തൊക്കെ എണീക്കണം നമ്മൾ കാണണമെങ്കിൽ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. മഞ്ഞാണ് മൊത്തം. നല്ല തണവുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോഴാണ്, വീടിൻ്റെ ഉള്ളിൽ ചൂടാണ്, പുറത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ആ തണവ് അറിയുന്നത് കേട്ടോ. ഭയങ്കര തണവാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എണീക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ എന്താ ഇങ്ങനെ നേരം പരപരാ വെളുത്തുകൊണ്ടിരിക്കുകയാണ്. 6:15 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സുധിച്ചേട്ടൻ ഇപ്പം ഇറങ്ങും. നമ്മളിപ്പം തന്നെ ആനാപ്പുഴയ്ക്ക് തിരിക്കും. തുമ്പിനെ അവിടെ ഇരുത്തിയിട്ട് തുമ്പിനെ അവിടെ കൊടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും. ഇവിടെ പാൽ സൊസൈറ്റിയുടെ അവിടെ കേട്ടോ വണ്ടി വരുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ആ പാടം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈറ്റിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പറ്റൂല. ഈറ്റിങ്ങൾക്ക് താഴത്തിറങ്ങിയിട്ട് ആ മഞ്ഞത്ത് നടക്കണം. സുധിച്ചേട്ടൻ വേഗം വരട്ടെ, ഞങ്ങൾ വേഗം പോകട്ടെ. അത്രേ ഉള്ളൂ ഇപ്പം എൻ്റെ പ്രാർത്ഥന. അപ്പം നമുക്ക് വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ തുമ്പിക്കുട്ടിനെ അമ്മടയിൽ ഏൽപ്പിച്ച് നേരെ പോയിട്ടോ. അപ്പോഴും ഇങ്ങനെ വെളുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. റോട്ടിലൊക്കെ വളരെ തിരക്കുറവായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ പോകാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ പുല്ലൂറ്റ് പാലത്തിൻ്റെ അതിലേക്ക് കൂടെ പോകുമ്പോൾ സൂര്യൻ ഇങ്ങനെ പൊങ്ങി വരുവാണ് കേട്ടോ. അങ്ങനെ വണ്ടി വരുന്ന സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ, നമ്മുടെ ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി വണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരുന്നു. സുധിച്ചേട്ടൻ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് തന്നു. നമ്മൾ പുറപ്പെട്ടു കേട്ടോ. തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിൽ അനങ്ങണോ വേണ്ടോ അങ്ങനെയൊക്കെ ഒരു ചിന്തകളായിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു ഡാൻസൊക്കെ. ആദ്യം ഒരു കുറേ ശോകമായ പാട്ടുകളായിരുന്നെങ്കിലും പിന്നെ നമ്മൾ ഓളിട്ട് ആ ചേട്ടനെ കൊണ്ട് അടിച്ചുപൊളി പാട്ടുകൾ വെപ്പിച്ചിട്ടോ. പിന്നെ നമ്മുടെ ഇന്ദു ചേച്ചിയുടെ മോനാണ് ഫ്രണ്ടിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവൻ ബ്ലൂടൂത്തിൽ നല്ല നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വൈബ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ട്രെയിൻ പോകുന്നത്, ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുമ്പോൾ ട്രെയിൻ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു പ്രതീതിയായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്
ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൂടി ആകുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. പുഴ കാണുമ്പോഴും മല കാണുമ്പോഴും ഇതൊന്നും നമ്മൾ കാണാത്തല്ല, പക്ഷെ എല്ലാവരും കൂടെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും അല്ലേ. അങ്ങനെ നമ്മളിതേ നമ്മുടെ കുതിരാനൊക്കെ കടന്നു പോവുകയാണ് കേട്ടോ. കുതിരാനിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഇത് മനസ്സിലാവില്ല. അത്രക്കൊരു എന്തോ ഒരു ആകാംക്ഷയോ അത്ഭുതമോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ഞാനവിടെ കിടന്ന ആടി വലയാണ്, ഒരു രക്ഷയില്ല എൻ്റെ കാര്യം. എനിക്ക് പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വെളിവുണ്ടാവില്ല. അങ്ങനെ നമ്മുടെ ടീംസൊക്കെ എണീറ്റിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു കേട്ടോ. എനിക്ക് അധികം വീഡിയോ ഷൂട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ഫോണൊക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ എടുത്ത് ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു പാട്ടിൽ മുഴുകിയിരിക്കണമുണ്ട് എനിക്ക് ഫോണൊന്നും എടുക്കാനായിട്ട് നേരം പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഡാൻസൊക്കെ കളിച്ച് അടിച്ച് തിമിർത്ത് തകർക്കുവാണ്. പാട്ട് വരുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയും സ്റ്റെപ്പുകളൊക്കെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ല അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിരുന്നേ. അപ്പോൾ നമ്മൾ മലമ്പുഴയിലെത്തി. നമ്മുടെ ട്രാവലർ തുറക്കുമ്പോഴേക്കും കച്ചവടക്കാരിങ്ങനെ പടപടാന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പിള്ളേരാണല്ലോ, അപ്പോൾ അവർക്ക് കണ്ടുകഴിഞ്ഞ് സുക്രൂനൊക്കെ ഒരു കണ്ണട ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. സുക്രു എന്നെ കൊണ്ട് പുതിയ കണ്ണട മേടിപ്പിച്ചു. പിന്നെ അതേ നമ്മുടെ ടീച്ചർ, എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ ഏറ്റവും നെഗറ്റീവ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു ഗൈസ്, പൊരിവെയിലായിരുന്നു. അത് മാത്രം ഉണ്ടായുള്ളൂ കേട്ടോ നമുക്കൊരു നെഗറ്റീവ് പറയാനായിട്ട്. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. അതേപോലെ മലമ്പുഴ എത്തിയപ്പോൾ നമ്മളൊരു തൊപ്പി വാങ്ങിച്ചു കേട്ടോ. തൊപ്പി വാങ്ങിച്ചത് 100 രൂപയായി. പക്ഷേ 100 രൂപ ആണെന്ന് വെച്ചിട്ട് നമുക്കൊരു നഷ്ടം ഉണ്ടായില്ല. കാരണം ഭയങ്കര വെയിലായിരുന്നു. തൊപ്പിയും കൂടെ വാങ്ങിച്ചില്ലെങ്കിൽ ആകാവശ്യതയായി പോയേനെ. അങ്ങനെ എന്ത് ചെയ്തു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മലമ്പുഴ ഇത്ര സൂപ്പറാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്നോ പണ്ടോ കുഞ്ഞിലേ എന്തോ വന്നിട്ടുള്ളതാണ്, എനിക്കൊരു ഓർമ്മയില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മളിതേ പോവാണ് കേട്ടോ. നമ്മൾ കുറേ അപരിചിതരായിട്ട് പോയ പോലെ ഒന്നല്ല കേട്ടോ. നമ്മൾ കുടുംബത്തിൽ നിന്ന് പോയൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം എല്ലാവരുമായിട്ട് നല്ല അടിപൊളി കമ്പനിയായിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ടീച്ചർ, നിഷ ടീച്ചർ, സുക്രുവിൻ്റെ നേഴ്സറി ടീച്ചറാണ്. ഇന്ദു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഇതൊന്നും ആരും കണക്കിലെടുക്കണ്ട കേട്ടോ. എനിക്ക് കുട്ടികളെക്കാളും കുഞ്ഞു മനസ്സാണ്. എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയറാൻ തോന്നും. പിന്നെ അവരുടെ ഊഞ്ഞാലെ കയറിയപ്പോൾ സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു, ഇത് പിള്ളേരുടെയാണ്, മോളെ ഇരിക്കാൻ പാടില്ലെന്ന്. അങ്ങനെ ഞാൻ മൂഞ്ചി എണീറ്റ് പോയി. അപ്പോൾ നമ്മൾ മലമ്പുഴയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടത് വിജിന. ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ തൊപ്പിയൊക്കെ മേടിച്ചേട്ടാ. പിന്നെ ശുക്രമണിക്ക് ഒരു പാർക്കിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങണില്ല കേട്ടോ. ഓക്കെ, ഒരു രക്ഷയില്ല. പിന്നെ കയറുന്നതിന് മുന്നേ തന്നെ അവന് ഒരുപാട് കളിപ്പാട്ടങ്ങൾ മേടിക്കണം. അങ്ങനെ ഒരേ കാര്യങ്ങൾ കേട്ടാ. ഇനിയിപ്പോൾ നമ്മൾ ഡാമിൻ്റെ മുകളിലോട്ട് കയറാൻ പോവാണ്. അതോടുകൂടി നമ്മുടെ ഉപ്പാടെത്തും. വെയിലാണ് കേട്ടോ, അല്ലെങ്കിൽ സൂപ്പറാണ് കേട്ടോ. പിള്ളേർക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എവിടെ? അതെ, വിജിന് എന്തേലും പറയാനുണ്ടോ നിനക്ക്? എന്തേലും പറയടി. മലമ്പുഴയെ കുറിച്ച് എന്താണ് എന്റെ അഭിപ്രായം? അങ്ങനെ അപ്പം നമ്മളിതേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കാര്യങ്ങൾ ഞാൻ ഈ ഫോട്ടോസ് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താട്ടോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ആകെ ടയേർഡായി പോകണം. പിള്ളേരെ കൊണ്ടല്ലേ വരണേ. പിന്നെ എനിക്കിപ്പോൾ ഒരു എന്തെങ്കിലും തണുത്തത് കുടിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ നമ്മളിത് മലമ്പുഴ ഡാമിൻ്റെ മുകളിലോട്ട് കയറുവാണ് കേട്ടോ. പക്ഷെ അത് അപ്പം കയറണ്ടായിരുന്നെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ തുടക്കത്തിൽ അവിടെ കയറിയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ കൂടിയാണ് സുഹൃത്തുക്കളെ, മുകളിൽ കൂടിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് പുറകിലൊക്കെ നോക്കി നല്ല അടിപൊളി വ്യൂ ആണ്, സൂപ്പറാണ് കേട്ടോ. പിന്നെ വെയിലാണ് ഏറ്റവും ഒരു വില്ലനായിട്ടുള്ളൊരു ഘടകം. അതൊഴിച്ചാലല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. അടിപൊളി ക്ലൈമറ്റാണ്. വെയിൽ സഹിക്കാൻ പറ്റില്ല. എന്നാലും കാറ്റടക്കിടക്ക് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സുക്രു ഹായ് പറ. സുക്രു റെഡി ഹായ് പറയടി. വീഡിയോയിൽ ഹായ് പറയടി. അവിടെ നിന്ന് നല്ല വലിയ സ്വരത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ഇപ്പോഴുള്ള പാട്ടെന്ന് പറയാം, ഇനി എന്തു നൽകണം ഞാനിനിയും എന്തു നൽകണം. സുക്രു
മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് കേട്ടോ. പക്ഷെ നമുക്കൊരു ദിവസം നടന്ന് കാണാനുള്ള സംഭവം, പിന്നെ അക്വേറിയം ഉണ്ട്, അതേപോലെ തന്നെ സ്നേക്ക് പാർക്ക് ഉണ്ട്, റോപ്പ് വേ ഉണ്ട്, എല്ലാം കൂടെ ഒരു ദിവസം ഫുള്ള് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കൊടക്കീഴാണ് കേട്ടോ മലമ്പുഴ എന്ന് പറയുന്നത്. ഞാൻ മലമ്പുഴ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ഡാം മാത്രം ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചു, ചോക്കോബാറൊക്കെ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് സുക്രുവിൻ്റെ ആ ഒരു മഞ്ഞ തൊപ്പി അവിടെ മിസ്സായിപ്പോയി. വിജിന് ഓടി വന്ന് നോക്കിയതൊക്കെയാണ് കേട്ടോ, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൽ കൂടെ നടക്കുവാണ്. പക്ഷേ നമ്മുടെ ആ ഒരു റൈറ്റ് സൈഡിലായിരുന്നു മലമ്പുഴ യക്ഷി ഉണ്ടായിരുന്നത്. അത് കാണാൻ പറ്റിയില്ല കേട്ടോ, അത് നേരിട്ട് കാണാൻ പറ്റില്ല. മുകളിൽ നിന്ന് ഞങ്ങൾ നോക്ക് കണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് അത് നേരിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ റോപ്പ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പിള്ളേരെ നിർത്തി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്ക് പറ്റിയൊരു സ്ഥലമായിരുന്നു. പിള്ളേരുടെ പാർക്ക് കൊണ്ടായാലും എല്ലാം കൊണ്ടായാലും പിള്ളേർക്ക് പറ്റിയൊരു സ്ഥലമായിരുന്നു. നമുക്ക് വലിയവർക്കായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, എൻ്റെ വിചാരം ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് പോകാനാണെന്ന്. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്നിട്ടാ, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കും തിരക്കായിരുന്നു, ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മരത്തിൻ്റെ വേരുമലും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. പിന്നെ സൂപ്പറിന് ഫുഡൊക്കെ കൊടുക്കണോണ്ട് ആകെ കൂടെ കൺഫ്യൂഷനും ആകെ കൂടെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചത്, സുക്രൂന് തോക്ക് മേടിച്ചു, പിന്നെ തുമ്പിക്ക് ബാർബി, പിന്നെ കോമള, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചല്ലേ സുക്രൂന്? ആന്ന് പറ. ഞങ്ങൾ വേർത്തൊലിക്കണം കേട്ടോ, വണ്ടി എടുത്താലാണ് ഒരു സമാധാനം കിട്ടാതെ. സുക്രൂന്റെ ഫ്രണ്ടാണ് ഇന്നാനു. ഹായ് പറഞ്ഞാനു. എന്ത് കിട്ടിയില്ല? കളിപ്പാട്ടോ? എന്താടി കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാത്ത? എടി ഉമ്മേ, എന്തെങ്കിലും മേടിച്ചു കൊടുക്കടി. അപ്പൊ അതൊക്കെ കാര്യങ്ങള്. എന്റെ ദൈവമേ. അപ്പൊ വണ്ടി വിട്ടാലൊരു ദീർഘശ്വാസം കിട്ടുള്ളൂ. ചിക്കൻ ബിരിയാണി ഒക്കെ തിന്നിട്ട് ആകെ ചൂടെടുത്തിരിക്കണ്ട. അങ്ങനെ നമ്മള് മലമ്പുഴ കണ്ടു കേട്ടോ, ഫുള്ളായിട്ട് കണ്ടു. നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാതും ഉണ്ട് കേട്ടോ, കുട്ടികളുടെ പാർക്ക് കാണാനായാലും പിന്നെ എല്ലാത്തിനും അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തോ പാലക്കാട് കോട്ടയിൽ എവിടെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ പോകണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. പക്ഷെ എൻ്റെ ഫോണിലെ ചാർജ് 11% ഉള്ളു. ഇനി എന്തെങ്കിലും എടുക്കോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. തുത്തുരു ഹായ് പറഞ്ഞേ. ഹായ്. ഇത് സുക്രുവിൻ്റെ വേറൊരു ഫ്രണ്ട്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഫോണിൽ എടുക്കാൻ പറ്റുമോ കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. എടി അതിലെ ഒളിഞ്ഞു നോക്കാണ്ട് ഇങ്ങോട്ട് പാടി. ഇനി കോട്ടയിലെത്തുമ്പോ വാങ്ങിച്ചു തരാം കേട്ടോ. നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ബിരിയാണിയൊക്കെ തട്ടി കുറച്ചു നേരം ട്രാവലറിൽ വിശ്രമിച്ച ശേഷം നേരെ പോയത് അക്വേറിയത്തിലോട്ടാണ് കേട്ടോ. ഞാൻ ചാവക്കാട് അക്വേറിയം കണ്ടിട്ടുണ്ട്. അവിടെ ഭയങ്കര എക്സ്പെൻസ് ആണ് കേട്ടോ, ടിക്കറ്റിനും കാര്യങ്ങൾക്കൊക്കെ. പക്ഷെ അതിനുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ടിക്കറ്റിന് 30 രൂപയോ 40 രൂപയോ ആയിട്ടേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനുകളായാലും കാര്യങ്ങളായാലും എല്ലാതും. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ പറയാൻ വേണ്ട, ജീവനുള്ള മീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളായിരുന്നു. 1.5 മണിക്കൂറോളം നടന്ന് കാണാനുള്ള സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. 30 രൂപക്കൊക്കെ ഭയങ്കര വർത്താണ് കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ആ ഒരു ഇരുട്ടിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് സ്നേക്ക് പാർക്കിലോട്ട് പോയിട്ടോ. ഞങ്ങൾ കുറച്ച് 4-5 പേര് റോപ്പ് വേക്ക് പോകാൻ പോവാണ്. അപ്പം എന്താവുമെന്ന് എക്സ്പീരിയൻസ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. നോക്കാം നമുക്ക്. ഞാൻ വിചാരിച്ചത് ഈ റോപ്പ് വേക്ക് വലിയ തിരക്കുണ്ടാവില്ല കേട്ടോ. പക്ഷേ ലോകര് മുഴുവനും അത് അവിടെ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, റോപ്പ് വേക്ക് കയറാൻ പോവാണ് കേട്ടോ. എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മുഖത്ത് കാണിച്ചില്ലല്ലോ. ഞങ്ങളിപ്പോൾ റോപ്പ് വേയിലാണ് കേട്ടോ. ഹലോ പറയുന്നു. നല്ല രസം കേട്ടോ കാണാനായിട്ട്. ഞാൻ ബാക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. സുക്രുമണിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സുക്രുവിനെ കൊണ്ടുവരാഞ്ഞത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നി. കാരണം എനിക്ക് തന്നെ നിൽക്കാനായിട്ട് പേടിയായിരുന്നു കേട്ടോ. ഹസീനയും ഇന്നാനും ഒക്കെ വളരെ പുഷ്പം പോലെയാണ് ഇരുന്നിരുന്നത്. അവരിതിന് മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വലിയ പുഴയുടെ നമ്മൾ മോളിൽ കൂടെ പോകുമ്പോഴില്ലേ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛനെ, അമ്മനെ, ശബരിനെ, സുധീന, നമ്മുടെ തുമ്പിക്കുട്ടിനെ എല്ലാവരും കാണാനായിട്ട് പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. കാരണം എനിക്ക് പേടിയായി. എനിക്കങ്ങനെ പേടി വരുമ്പോൾ എനിക്ക് എൻ്റെ ആൾക്കാരെ കാണാനായിരിക്കും കേട്ടോ കൂടുതൽ തോന്നാം. പക്ഷേ നമ്മളിവിടെ മലമ്പുഴ വന്നിട്ട് ഇതിൽ കയറിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അടിപൊളി എക്സ്പീരിയൻസും കാര്യങ്ങളും ആയിരുന്നേ.
അങ്ങനെ ഞങ്ങൾ റോപ്പ് വേയിലൊക്കെ കേറി അടിച്ചു പൊളിച്ച് വരാണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു റെഡി? സൂപ്പർ, അടിപൊളിയായിരുന്നു കേട്ടാ. ഇവിടെ മലമ്പുഴ വന്നിട്ട് ഇങ്ങനെ വെറുതെ കാണുന്നതിന് നല്ലത് ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടാ. എത്ര രൂപയാണ്? 71 രൂപ. 71 റുപ്പീസ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് അടിപൊളി. അങ്ങനെ അവസാനം നമ്മുടെ യാത്ര തിരിച്ചു. ഹലോ, അവിടെ യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു 3 മണിക്കൂറും കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സൂചിയുടെ കട അടക്കണതിന് മുന്നാണെങ്കിൽ ഞാൻ വെള്ളാങ്കല്ലൂർ ഇറങ്ങും കേട്ടോ. ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കാരണം നമ്മള് എന്താ ചാർജില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവർക്കും എനിക്ക് എൻ്റെ ഒരു പരിമിതി വെച്ചിട്ട് എനിക്ക് കുറച്ച് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കൊച്ചിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇതേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്ഥലങ്ങളൊക്കെ. വിജിന മാക്കം തിന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. മാക്കം ഇതുവരെ തീറ്റ കിട്ടാത്ത പോലെ തിന്നോണ്ടിരിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ചാച്ച ബൈ ബൈ, സീ യു.